ഒരുപാട് സ്മരണകൾ CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉള്ള ഇടമാണ് അവിടം. അവിടെ ഒരുക്കങ്ങൾ ഏതു വിധേനയായി, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് വലിയ ചുടുകാടാണ്. VS-ന് അന്തിമ വിശ്രമം കൊള്ളാനുള്ള സ്ഥലം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം VS-ന്റെ സഖാക്കൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. VS-നെ എങ്ങനെയാണ് മറമാടുക, സംസ്കാര നടപടികൾ, അതിനാവശ്യമായുള്ള പൂർത്തീകരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുന്നപ്പറയുടെ സമരനായകൻ VS അച്യുതാനന്ദനെ നെഞ്ചോട് ചേർക്കാൻ എന്തായാലും ചുടുകാട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രക്തസാക്ഷി സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഇടമാണ് ഇത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. VS-ന്റെ ജീവിതവും VS-ന്റെ രാഷ്ട്രീയവും VS-ന്റെ നടന്നു കയറിയ വഴികളുമെല്ലാം ഈ ഒരു സമരഭൂമിക്കുള്ള സ്ഥാനം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ VS-മായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇടമാണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. പുന്നപ്പറ വല രക്തസാക്ഷികളുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന മണ്ണിലേക്കാണ് ഒടുവിൽ ആ സമരനായകൻ കൂടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഏറ്റവും ഒടുവിൽ VS എത്തിയത് ഇവിടെ 6 വർഷം മുമ്പാണ് VS ഇവിടെ എത്തിയത് എന്നാണ് നമുക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ VS 6 വർഷം മുമ്പാണ് ഇങ്ങോട്ട് എത്തിയത്. അത് പുന്നപ്പറ വല രക്തസാക്ഷി ദിനാചരണത്തിലാണ് ദീപശിഖ കൈമാറാനായിരുന്നു VS അന്ന് ഈ ഒരു മണ്ണിൽ എത്തി മടങ്ങിയത്. അവസാനമായി ചുടുകാടിൽ VS എത്തി പങ്കെടുത്ത ഒരു പരിപാടി അതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തവണ VS-ന്റെ ആ ഒരു വരവ് അത് മടക്കമില്ലാത്ത ഒരു യാത്രയാണ്. VS-ന് ഏറെ വൈകാരികമായി ബന്ധമുള്ള സഖാക്കൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് VS കൂടി ചേരുകയാണ്. ഈ ചുടുകാടിൻ്റെ മണ്ണിൽ VS കൂടി ആ ഒരു വിപ്ലവ സ്മരണകളുടെ ഭാഗമായി ഇനി ഓർമ്മയിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു അഗ്നിനക്ഷത്രമായി മാറും എന്നുള്ളതാണ് സഖാക്കൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എത്രയോ തവണ VS-ന് വേണ്ടി മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം വിളിച്ച ആ മണ്ണിലേക്കാണ് VS എത്തുന്നത്. കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം അത് പലതവണ VS ഇവിടെ എത്തുമ്പോൾ പാർട്ടി സഖാക്കൾ ഒരുമിച്ച് കൂടി വിളിച്ച പല കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളുടെ ഓർമ്മകളിലേക്ക് ഇത്തവണയും VS അതേ മുദ്രാവാക്യം വിളികളോടുകൂടി എത്തുമ്പോൾ ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി സഖാക്കൾ ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് നിരവധി സഖാക്കൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട്. പക്ഷേ അവരെ മുഴുവൻ ഇങ്ങോട്ട് കയറ്റുകയും ഇത് കാണാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കയറ്റാതെ എല്ലാവർക്കും VS-ന്റെ ഓർമ്മകൾ ഉറങ്ങാൻ പോകുന്ന മണ്ണ്, അവരുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്, ആ മണ്ണിൽ എത്തി അവിടെ ഓർമ്മകൾ പുതുക്കാനുള്ള അവസരം പാർട്ടി സഖാക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പുന്നപ്പറ വല രക്തസാക്ഷികളും അതുപോലെ തന്നെ CPM-ന്റെ സമുന്നതരായ നേതാക്കളും അടക്കം ഇവിടെ ഉറങ്ങുന്ന ഈ മണ്ണിലേക്കാണ് VS-ഉം ഇനി എത്തുക. VS-ന്റെ പോരാളിയെയും VS-ന്റെ രാഷ്ട്രീയ നേതാവിനെയും കണ്ടെത്തിയ P. കൃഷ്ണപിള്ള അടക്കം ആ പോരാട്ടങ്ങൾക്ക് വലിയ മാനങ്ങൾ നൽകിയ നിരവധി സഖാക്കൾ, VS-ന്റെ പോരാട്ടങ്ങളുടെ തോളോട് ചേർത്ത് നിന്ന വിവിധ സഖാക്കൾ, P. ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK കുഞ്ഞച്ചൻ, N. ശ്രീധരൻ, സൈമൺ ആശാൻ, R. സുഗതൻ, TV തോമസ്, PT പൊന്നൂസ്, ജോർജ് അടേമുറി, CK ചതുരപ്പൻ തുടങ്ങി തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് ഊടും പാവും പകർന്ന സമുന്നതർക്കൊപ്പം തന്നെയാണ് VS-ഉം ഇനി ഇവിടെ അന്തി ഉറങ്ങുക. ആ സമര പോരാട്ടങ്ങളുടെ അണയാത്ത ഓർമ്മകൾക്കൊപ്പം തന്നെയായിരിക്കും ഇനി VS ഇന്ന് ഈ ഒരു പുന്നപ്പറയുടെ മണ്ണിൽ ഈ ഒരു വലിയ ചുടുകാട്ടിൽ അന്തി ഒരുങ്ങുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സഖാക്കൾ ഇപ്പോൾ VS-ന്റെ വീട്ടിലേക്ക് VS-നെ ഒരു നോക്ക് കാണാനുള്ള തിരക്കിലാണ് എന്ന് നമുക്ക് അറിയാം. VS-ന്റെ വിലാപയാത്ര വീടിനോട് അടുക്കുമ്പോൾ അതിനുശേഷം VS-ന്റെ പൊതുദർശനത്തിന് ശേഷം VS-ന്റെ ഭൗതിക ശരീരം ഈ ഒരു ചുടുകാട്ടിലേക്ക് എത്തുന്ന നിമിഷമായിരിക്കും സഖാക്കളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അവരുടെ ജീവിതത്തിൽ തങ്ങളുടെ ഭാഗമായിരുന്ന ഒരു വിപ്ലവകാരി, അവരുടെ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആ പ്രിയ സഖാവ് ഇന്ന് ഇവിടെ നിന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ നിമിഷം അത്